ഇറങ്ങി പോടാനല്ല സർ പറയുന്ന കേക്ക്. നിന്റെ ഈ നമ്പറിൽ നിന്നോ എനിക്ക് രാധയുടെ കോള് വന്നത്? പറ, എവിടെ അവള്? ഇങ്ങനെ ഒരാളെ നിനക്കറിയില്ലെങ്കിൽ കോൾ എങ്ങനെ വന്നു എന്ന് പറ. ഇത് എന്റെ ഫോൺ തന്നെയാ. ഞാൻ ആ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു പെൺകുട്ടി ഫോൺ വാങ്ങി ആരെ വിളിച്ച് സംസാരിച്ചു. ആ കോൾ ചെയ്തത് നിങ്ങൾക്കായിരിക്കും. അങ്ങനെയാ എന്റെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നത്. അല്ലാതെ എനിക്കൊരു രാധയെ അറിയില്ല. നിന്റെ ഫോൺ വാങ്ങി കോൾ ചെയ്തത് ഈ സ്ത്രീയാണോ? ഇല്ല, ഇതല്ല. കുറച്ചുകൂടി പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാ. അവളെ ഇനി കണ്ടാൽ താൻ തിരിച്ചറിയോ? ഉറപ്പായും തിരിച്ചറിയും. എന്റെ സാറേ, ഒരു പെൺകുട്ടി വന്ന് കയ്യിൽ ഫോണില്ല, ഒരാളെ അത്യാവശ്യമായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാ ഞാൻ എന്റെ ഫോൺ കൊടുത്തുപോയത്. അതിങ്ങനെ പുലിവാലാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോറി, തെറ്റുപറ്റിയത് എനിക്കാ. നിങ്ങൾ പൊയ്ക്കോ. ആരോ ബോധപൂർവ്വം എന്നെ കബളിപ്പിച്ചതാ. എത്ര ബുദ്ധിപൂർവ്വമാണ് അവൾ എന്നെ കബളിപ്പിച്ചത്. എന്നെ ഇങ്ങനെ കബളിപ്പിച്ച് വിഡ്ഢിവേഷം കെട്ടിച്ച പെണ്ണ് ആരായിരിക്കും? അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? അവൾ ആരായാലും എന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയുന്നവളാ. ഞാൻ രാധയെ തേടി നടക്കുന്ന കാര്യം അറിയുന്നവൾ. ഇനി ഇതും ആ മണിച്ചന്റെ പണിയാണോ? ഞാൻ രാധയെ തിരക്കി നടക്കുന്ന വിവരം, ഞാൻ രാധയെ പ്രണയിക്കുന്ന കാര്യം അതറിയുന്നവർ മണിച്ചനും അമ്മയോ? പിന്നെ ആ വക്കീലും വേണു. ഇവരിലാരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിൽ. അതാരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ വിഡ്ഢിയാക്കിയ ആ സ്ത്രീയെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും. ഈ നഗരത്തിലെ ഏറ്റവും നല്ല യുവ സംരംഭകർക്ക് വീട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു പുഷ്പേട്ട. നിങ്ങളുടെയും കൂടെ പരിശ്രമത്തിന് ഞങ്ങൾക്ക് ഈ ആദരവ് കിട്ടിയത്. പിടിച്ചാട്ടെ. ആ, അപ്പൊ നമ്മൾ ആരായി? അവാർഡ് കപ്പിൾസിനെ ഹാളിൽ എത്തിച്ച് പ്രസംഗം കേട്ട് അവാർഡൊക്കെ വാങ്ങിപ്പിച്ച് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വന്നതും നമ്മൾ. ഒന്നിലും പങ്കെടുക്കാതെ വീട്ടിലിരുന്നവർക്ക് ഷീൽഡായി, ഷോളായി, അഭിനന്ദന ഡയലോഗായി. നമ്മൾ മാത്രം വട്ടപൂജ്യം. നീ എങ്ങനെ വട്ടപൂജ്യം ആവണ്ട. എല്ലാം നിനക്കെന്നെ ഇരിക്കട്ടെ. അല്ല, ആരതി എവിടെ? കണ്ടില്ലല്ലോ. അവളേതോ ടെസ്റ്റിന് പോയതാ. വരാൻ നേരം ആവുന്നേ ഉള്ളൂ. ആ, ഈ മുൾക്കിരീടം സ്വയം ചുമക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേണ്ടേ? ആ, ഹലോ. ഇതിപ്പോ എവിടെ വെക്കും? ആ, ഷെൽഫിൽ തന്നെ വെക്കാം. അഞ്ജലി. ഹലോ മാഡം. ഇതെന്താ അവാർഡിന്റെ പരമൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടാൻ പോവുകയാണോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഒരാദരവെന്നൊക്കെ പറയുമ്പോ സംസാരിക്കുന്ന രേഖ.
ഇത് വെക്കേണ്ടത് ബെഡ്റൂമിലെ അലമറയിലോ ഷെൽഫിലോ ഒന്നും അല്ല, ഷോക്കേസിലാ. ഇവിടെ ഈ വീട്ടിൽ വരുന്ന ഓരോ വ്യക്തിയും ഇത് കാണണം, മനസ്സിലായോ? ആ എന്താ പുഷ്പൻ ചേട്ടാ? ഇതേ പുറത്ത് ഹാളിൽ വെക്കണമെന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നത്. ആണോ? എന്നാ അങ്ങനെ ആവട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക് പുഷ്പൻ ചേട്ടന്റെ വിധിക്ക് അപ്പീലില്ല ഈ വീട്ടില്. എന്നാ വാ, നടക്ക്. ആ, ഇവിടെ വെക്കാം. എല്ലാരും വന്നേ, എല്ലാരും വന്നേ, എല്ലാരും വന്നേ. അമ്മ ഈവൻസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംഭാഷണങ്ങൾക്ക് വരുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വരും. അതുകൊണ്ട് ഈ ഷീൽഡ് ദാ ഇവിടെ ഇരിക്കട്ടെ. ആ, അത് കൊള്ളാം. ആര് വന്നാലും കാണും. എങ്ങനെയുണ്ട് മക്കളെ? കറക്റ്റ് പ്ലേസ് അല്ലേ? സൂപ്പർ, കറക്റ്റ് പ്ലേസ്. ആ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയോ നീ? ആ, കുഴപ്പമില്ല. സമയത്തിന് സ്ഥലത്തെത്തുമെന്ന് കരുതിയതല്ല, ഭാഗ്യം കൊണ്ട് അവിടെ എത്തിയത്. അതെന്തുപറ്റി? ഒരു കൂട്ടുകാരിയുടെ സ്കൂട്ടറിലാ പോയത്. വഴിയിൽ വെച്ച് വണ്ടി കേടായി. അതും വർക്ക്ഷോപ്പോ മെക്കാനിക്കോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച്. എന്റെ ദൈവമേ, എന്നിട്ട് എങ്ങനെ പോവാൻ പറ്റി? ഞാൻ സമയത്തിന് അവിടെ കൊണ്ടെത്തിച്ചെന്ന് പറയടി മൂശേട്ടൻ. ആ, എന്തോ ഭാഗ്യത്തിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ സ്കൂട്ടർ താനെ ശരിയായി. അങ്ങനെയാ രക്ഷപ്പെട്ടത്. ആ ശരിയാ ശരിയാ, ആ സ്കൂട്ടർ താനേ ശരിയായി. സ്വയം സ്റ്റാർട്ടായി, സ്വയം ഹാൻഡിൽ തിരിഞ്ഞ്, സ്വയം സ്ഥലത്തെത്തി, തനിയെ നിന്നു കൊടുത്തു. ആ അങ്ങനെ ആയിരുന്നു അവൾക്ക് സമയത്ത് ടെസ്റ്റ് എഴുതാൻ പറ്റിയത്. മുരളി ഉണ്ടായിരുന്നോ അവിടെ? ഹേയ്, ഞാനെങ്ങും ഇല്ലായിരുന്നു. ഇക്കാലത്ത് ഇറങ്ങുന്ന സ്കൂട്ടറുകൾക്ക് ഇങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കഴിഞ്ഞുള്ള പുതിയ ജനറേഷനാ. ഛേ, വെറുതെ പറയാതെ. സ്കൂട്ടർ ശരിയായിട്ട് സമയത്തിന് എത്തിയോ അവിടെ? സത്യം പറ. ആ, എത്തിയെന്നേ. ടെസ്റ്റും എഴുതി ഞാൻ. ആ, അതൊക്കെ പോട്ടെ. ചേച്ചിയുടെ അവാർഡ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞില്ലല്ലോ. അടിപൊളി പരിപാടിയായിരുന്നില്ലേ? ഏട്ടനും ഏട്ടത്തെയൊക്കെ പ്രസംഗിച്ച ആൾക്കാരെ കയ്യിലെടുത്തു. എന്തൊരു കയ്യടിയായിരുന്നോ! ചടങ്ങിന് വന്നവര് ഇതിനു മുമ്പ് ഇങ്ങനൊരു കപ്പിൾസിനെ കണ്ടിരിക്കാനേ വഴിയില്ല. ഐക്യം, യോജിപ്പ്. ഏട്ടൻ മരത്തിൽ കാണുന്നത് ഏട്ടത്തി മാനത്ത് കാണും. അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇവര് കുറെ കൂടെ നേരത്തെ കല്യാണം കഴിക്കണമായിരുന്നു. ആ, കുറച്ചു കാലം മിസ്സായി പോയി. സാരമില്ല, ഇതൊരു പാഠമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യണം, അല്ലേ പുഷ്പേട്ടാ? ആ, വേണം വേണം. എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയുന്നേ? പുതിയ കല്യാണം ഒന്നും ഉടനെ നടത്താൻ ഉദ്ദേശമില്ല. ഫംഗ്ഷന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? ഫോട്ടോസ് ആക്കുന്ന എന്തിനാ? വീഡിയോ തന്നെ ഉണ്ടല്ലോ, ഞാൻ അയച്ചുതരാം. ഏട്ടന്റെ ഏട്ടത്തിയുടെയും പ്രസംഗം ഉൾപ്പെടെയുണ്ട്. ദമ്പതിമാരായാൽ ഇങ്ങനെ വേണോന്നാ കേട്ടിരുന്നവരുടെയൊക്കെ അഭിപ്രായം. ദാ നോക്ക്. ചടങ്ങിന് വന്നവര് ഇതിനു മുമ്പ് ഇങ്ങനൊരു കപ്പിൾസിനെ കണ്ടിരിക്കാനേ വഴിയില്ല. ഐക്യം, യോജിപ്പ്. ഏട്ടൻ മരത്തിൽ കാണുന്നത് ഏട്ടത്തി മാനത്ത് കാണും. ദമ്പതിമാരായാൽ ഇങ്ങനെ വേണോന്നാ കേട്ടിരുന്നവരുടെയൊക്കെ അഭിപ്രായം.
അവൻ സത്യം അറിയാതെ ഓരോന്ന് പുലമ്പിയതാണ് രാധെ. സത്യം എനിക്കും അഞ്ജലിക്കും മാത്രമേ അറിയൂ. നീയല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഒത്തുവന്നാലും അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. എന്റെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. വിശ്വസിക്കാം. ഇനിയെങ്കിലും നീ ഒന്ന് പറ, ഇപ്പോഴും എന്നിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന നീ എവിടെയാണ്? എപ്പോഴാ നീ എൻ്റെ മുന്നിൽ വരുന്നത്? എപ്പോ എനിക്ക് നിന്നെ കാണാൻ സാധിക്കും? എപ്പോ? പ്രസാദേട്ടാ, സോറി. നമ്മുടെ മാതൃകാ ദാമ്പത്യത്തെ പറ്റി അവരൊക്കെ പറഞ്ഞത് കേട്ട് പ്രസാദേട്ടന് വിഷമമായെന്നറിയാം. എന്തു ചെയ്യാനാ, സത്യം അവർക്കറിയില്ലല്ലോ. അതവരെ അറിയിക്കാനോ ആവാത്ത അവസ്ഥ. അങ്ങനെ ചെകുത്താനും കടലിനും നടുക്ക് പ്രസാദേട്ടനെ കൊണ്ടെത്തിച്ചത് ഞാനാ. അതിന് ഞാൻ പ്രസാദേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. ഐ എം എക്സ്ട്രീംലി സോറി. എന്തു ചെയ്യാം, കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേഷം കെട്ടൽ അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ടാ. ഏയ്, താനിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അഞ്ജലി. സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്നതിനേക്കാൾ അർത്ഥവത്താണ് മറ്റാർക്കെങ്കിലും വേണ്ടി ചില ത്യാഗങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്യുന്നത്. ഇങ്ങനെ ഭാര്യ ഭർത്തക്കന്മാരായി അഭിനയിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം ഇതിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങൾ നേടാനായി എന്നുള്ളതാ. ആരതിയും മുരളിയും ഭാര്യ ഭർത്തക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയത് നമ്മളിങ്ങനെ അഭിനയിച്ചതുകൊണ്ടാ. അതെ, സത്യം അത്. ഇനി ഒരു കാര്യം ചോദിക്കാവുന്നതാണോ എന്നറിയില്ല, എങ്കിലും ചോദിച്ചോട്ടെ. പ്രസാദേട്ടന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അതാരാ? അവരിപ്പോ എവിടെയാ ഉള്ളത്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സോറി, അവൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഞാനവളെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചേനെ. പക്ഷേ അതെനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഒരു മധുരിക്കുന്ന ഓർമ്മയും വേദനിപ്പിക്കുന്ന മുറിവുമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആ മുറിവിനെ കൂടുതൽ വലുതാക്കേയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്നും ചോദിക്കരുത്. പറയാനാവില്ല എനിക്ക്. ഐ എം സോ സോറി. രാവിലെ പോയപ്പോൾ ഉഷാറൊന്നും കാണാനില്ലല്ലോ ഭവാനിയമ്മേ. പറമ്പ് ഇളയ്ക്കാൻ പോണ പണിക്കാർ തിരിച്ചു വരുമ്പോഴുള്ള ഒരവസ്ഥയില്ലേ, ഏതാണ്ട് അതുപോലെയാണല്ലോ കൂടണഞ്ഞിരിക്കണത്. ഞാൻ ഒന്ന് നോക്കട്ടെ. സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലേ. ഓർമ്മയുണ്ടല്ലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ നിന്റെ കുടുംബത്തിൻ്റെയും നാശത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തവനാ ഞാൻ. പക്ഷെ ഞാനൊരു നയവഞ്ചകനും കുലദ്രോഹിയാണെന്ന് നീ മനസ്സിലാക്കുന്നത്
നിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് മാത്രമാണ്. അത്രയ്ക്ക് സാമർത്ഥ്യത്തോടെ എന്റെ വഞ്ചക മുഖം എനിക്ക് ഒളിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ ആർക്കൊക്കെയോ എന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയുന്നു എന്നൊരു തോന്നൽ. അതിലൊരാളാണ് ഇന്നെന്നെ രാധയായിട്ട് ശബ്ദം മാറ്റി വിളിച്ചത്. തീർച്ചയായിട്ടും അത് യഥാർത്ഥ രാധയല്ല. പിന്നെ ആരാ? നിനക്കറിയാതെ ആരാണെന്ന്. പക്ഷെ നീ അത് പറയില്ല. വേണ്ട, പറയണ്ട. ഞാനത് കണ്ടുപിടിച്ചോളാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അതാരാണെന്ന്. മണിച്ച പറയടാ, എന്തിനാടാ വീണ്ടും ആ ചിത്രത്തിൽ പൊട്ടു തൊട്ടത്? നീയല്ലേ അത് ചെയ്തത്? നീ അല്ലെങ്കിൽ ആര് ചെയ്തു? പറ, പറയാൻ പറയാനല്ലേ പറഞ്ഞത്? മതി, നിർത്ത്. വീണ്ടും വീണ്ടും നീ ഈ പാവത്തിനെ ഇങ്ങനെ ഇട്ട് തല്ലണ്ട. അത് ചെയ്തത് മണിച്ചനല്ല, ഈ ഞാനാ, കോട്ടക്കൽ ഭവാനി. പറഞ്ഞത് കേട്ടല്ലോ. ആ പൊട്ടിന്റെ പേരിൽ ഇനിയും നീ കൂടുതൽ ക്ഷോഭിക്കണമെന്നില്ല. ഞാൻ തന്നെ ആ പൊട്ട് മായ്ച്ചു കളയാം, എന്റെ ഈ കൈ കൊണ്ട് തന്നെ. വേണമെന്നില്ല. സന്തോഷമായി എനിക്ക്. ഒറ്റ ചോദ്യം, നിനക്കെന്നെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടം? ഒരുപാട് ഇഷ്ടം. നമ്മൾ കല്യാണം കഴിക്കും. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ജീവിക്കും. നമ്മുടെ പ്രണയം സത്യമുള്ളതും ശക്തിയുള്ളതുമാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പേ തന്നെ നമുക്കിങ്ങനെ ഒരിടത്ത് കഴിയാനുള്ള ഭാഗ്യം ലഭിച്ചത്. അത് ഭാഗ്യാണോ നിർഭാഗ്യമാണോ എന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റും. വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നമ്മുടെ പ്രണയം പ്രസാദേട്ടൻ്റെയും മുരളിയേട്ടൻ്റെയും പ്രണയത്തെക്കാൾ ആത്മാർത്ഥതയുള്ളത്. ഇവിടെ നാട്യങ്ങളില്ല, വെറുപ്പില്ല, മുഖം കറുത്തുള്ള പെരുമാറ്റങ്ങളില്ല. എല്ലാം ഇഷ്ടങ്ങൾ മാത്രം. ആയിക്കോട്ടെ, അതിനിപ്പോ എന്ത് വേണം? ചോദിക്കട്ടെ? ചോദിക്കേ. ഒരു 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 എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിന്നെ ഇവിടെ കിടക്കണത്? എന്ന് എല്ലാരും അറിയിച്ചാ പറ്റും. പുഷ്പൻ ചേട്ടാ, അബദ്ധം പറ്റിപ്പോയതാ. ഞാനൊരു സ്വപ്നത്തിൽ അങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. സ്വപ്നത്തിൽ നടത്തിയ ചുടു ചുംബനമായിരുന്നു. പുഷ്പൻ ചേട്ടനെ സോറി, പറ്റിപ്പോയി. നാറ്റിക്കരുത് പ്ലീസ്. ഒരു പ്ലീസും വേണ്ട. നിന്നെ എത്രയും ഞാൻ കെട്ടിച്ചാലേ പറ്റൂ. ഇനി നിന്റെ അടുത്ത് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഞാൻ പോയി മുറ്റത്ത് എവിടെയെങ്കിലും കിടന്നോളാം. അയ്യേ, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാ. അയ്യേ,
ബോറായി പോയി. ഗുഡ് മോർണിംഗ്.